ശ്രീ മോഹൻ വർഗീസ്, ഇന്നിപ്പോ അൻവർ പറഞ്ഞൊരു വാചകം, എനിക്ക് വേണ്ടി ഇനി കാല് പിടിക്കേണ്ട എന്ന് ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നമുക്കറിയാം, ലീഗ് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ അബ്ദുൽ വഹാബിന്റെ വസതിയിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ലീഗ് ഇക്കാര്യത്തിൽ ഇൻസ്ട്രുമെന്റലായിരുന്നു. രമേശ് ചെന്നിത്തല, കെ സുധാകരൻ തുടങ്ങിയ ആളുകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. സുധാകരന്റെ പ്രതിനിധികൾ വീട്ടിലെത്തി അൻവറിനെ കണ്ടിരുന്നു. അപ്പോൾ ആ പ്രശ്നപരിഹാരത്തിന് തീവ്രമായ ശ്രമം അവിടെ ഉണ്ടായിരുന്നു. അൻവർ സ്വാഭാവികമായും വിചാരിച്ചത് ഒരു സമ്മർദ്ദം ഒരു ദിവസം എടുക്കുന്നു, ആ സമ്മർദ്ദത്തിന്റെ ഫലമായി കോൺഗ്രസ് നേതാക്കൾ അനുനയത്തിന് വരുന്നു, അപ്പോൾ എല്ലാം പറഞ്ഞ് ശരിയാക്കുന്നു, ഇതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ സതീശൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിലാണ്. അത് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം അദ്ദേഹത്തെ അപഹസിച്ചതല്ലേ, ഇനി ആ സ്ഥാനാർത്ഥിയെ, ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ചിട്ട് മതി, അതിനുശേഷം ചർച്ച എന്നുള്ള നിലപാട് ഒരുപക്ഷെ അൻവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ അൻവറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ മാനം, അതല്ലെങ്കിൽ പിന്നെ കീഴടങ്ങൽ എന്നുള്ളതാണ്. മാനം രക്ഷിക്കാൻ വേണ്ടി പി വി അൻവർ ഒരു അഭിമാന പോരാട്ടത്തിന് നിലമ്പൂരിൽ ഇറങ്ങും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പി വി അൻവർ മാനം രക്ഷിക്കാൻ ഒരു അഭിമാന പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന് വേണമെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലി കരുതാം. പക്ഷേ അവിടെ അൻവറിന് പച്ച തൊടാനാവില്ല. അൻവറിന് മുൻകാലങ്ങളിൽ ലഭിച്ച ഒരു പിന്തുണ, അത് കുറച്ചൊക്കെ കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അൻവർ രാജിവെക്കാൻ പോകുന്നു, പിണറായിക്കെതിരെ അതിശക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ജനം പലരും കേൾക്കാൻ, UDF അണികൾ പലരും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ UDF നേതാക്കളെക്കാൾ ശക്തമായ സ്വരത്തിൽ ശ്രീ അൻവർ പറയുമ്പോൾ കാതിന് ഇമ്പമാകുന്ന ഒരു കാഴ്ച കണ്ടു. ആൾക്കാർ തടിച്ചുകൂടി. രണ്ട് പ്രധാന സമ്മേളനങ്ങളിൽ വളരെ വലിയ ജനപങ്കാളിത്തമുണ്ടായി. മാധ്യമങ്ങൾ വളരെ വലിയ പ്രാധാന്യമാണ്. ഞാൻ പറയും, 2 പേർക്ക് മാത്രമേ കഴിഞ്ഞ ഒരു കലണ്ടർ വർഷം മുഴുവൻ നോക്കിയാൽ ശശി തരൂരിനും പി വി അൻവറിനും ലഭിച്ച അത്രയും മാധ്യമ ശ്രദ്ധ വേറൊരു കേരള നേതാവിനും ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. അത്രയും മാധ്യമ ശ്രദ്ധയ്ക്ക് അതിന് ചേരുന്ന രീതിയിലുള്ള റിയൽ പിന്തുണ ഉണ്ടായിരുന്നു എങ്കിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നിർത്തുന്ന സ്ഥാനാർത്ഥി കേവലം 3000 ചില്ലുവാനം വോട്ടിലേക്ക് ഒതുങ്ങില്ലായിരുന്നു. അതുകൊണ്ട് സാക്ഷാൽ അൻവർ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ 10,000 വോട്ടിൽ താഴെ കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പുവരുത്തുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ പിണറായിസത്തിന്റെ, അദ്ദേഹം തന്നെ എതിർത്തു എന്ന് പറയുന്ന പിണറായിസത്തിന്റെ വിജയമായിരിക്കും. അതൊക്കെ ആത്മഹത്യാപരമായിരിക്കും. എങ്ങനെ നോക്കിയാലും പിണറായി വിജയനെ വിദ്യുതുല്യനായി വിശേഷിപ്പിച്ചിട്ടുണ്ട് അൻവർ. അതിനുശേഷം പിണറായി വിജയനെ പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും പിണറായിസ്ഥനെതിരെയാണ് പോരാട്ടമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പിണറായിയേക്കാൾ വലിയ ശത്രു സതീശനാണ്. അപ്പോൾ ഇനി സതീശനെ പരാജയപ്പെടുത്താൻ വേണമെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി ജയിച്ചോട്ടെ എന്ന് വെക്കുമോ അൻവർ? അത് ഭയങ്കര രസമുള്ള ഒരു നിലപാടായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ. അതൊക്കെ അൻവറിനെ ട്യൂഷന് വിടേണ്ട സമയമായി ശ്രീ അഭിലാഷ്. അത് ഒരുപക്ഷെ വാഷിങ്ടൺ DC-ലേക്കൊന്ന് ട്യൂഷന് വിട്ടാൽ അവിടെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ കണ്ട് എങ്ങനെ ഒരു പ്രസ്താവന നടത്താം ടാരിഫിനെ കുറിച്ച്, എങ്ങനെ, എന്നിട്ട് പിറ്റേന്ന് മലക്കം അറിയാം, എന്നിട്ട് വീണ്ടും പ്രസ്താവന നടത്തി മലക്കം അറിയാം. ഇതൊക്കെ ഈ മെയ്വഴക്കമൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് ട്യൂഷന് പോകേണ്ട ഒരു ഗതികേടിലാണ് അൻവർ. അതുകൊണ്ട് അതൊന്നും സംഭവിക്കില്ല. ഇവിടെ അൻവറിനെ ായി കേരള സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു, UDF സംവിധാനം മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കോണി ഉണ്ടല്ലോ, അതായത് ഈ മുസ്ലിം ലീഗ് എന്ന കോണിയിൽ ചാരി കയറാം എന്നാണ് അൻവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ബസ്സിൽ കയറാൻ അനുവദിച്ചില്ല എങ്കിൽ പിന്നിലെ കോണിയുണ്ടല്ലോ, അവിടെ ചവിട്ടി നിന്ന് വേണമെങ്കിലും ഞാൻ UDF-നോടൊപ്പം പോകും എന്ന് ഒരു ശ്വാസത്തിന് പറയുന്നു. ആ കോണി യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ കോണിയാണ്. പക്ഷേ പണ്ട് മുസ്ലിം ലീഗിന് വള്ളം ഉണ്ടായിരുന്നു, അഖിലേന്ത്യാ ലീഗിന്. ഈ വള്ളത്തിൽ കയറി പറ്റി മുസ്ലിം ലീഗും UDF, അതായത് കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന ആ വള്ളത്തിൽ കയറി പറ്റി പണ്ടൊരു മരംകുത്തിയും വള്ളക്കാരനും എന്നൊരു കഥയുണ്ട്. അതിലെ മരംകുത്തിയെ പോലെ ആ വള്ളം തുരന്ന് അവിടെ വെള്ളം കിടന്ന അവസരമുണ്ടാക്കും എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടാണ്, വളരെ കെയർഫുൾ ആയിട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും അൻവറോട് ഇടപെടുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ സംസാരിച്ചു എന്നത് ശരിയാണ്. ആത്യന്തിക തീരുമാനം കോൺഗ്രസ് പറയുന്നതനുസരിച്ചാണ്. അതൊക്കെ ഒരു മുന്നണി മര്യാദയുടെ വിഷയമാണ്. അതാണ് കഴിഞ്ഞ ഒരു 3-3.5 പതിറ്റാണ്ടായി UDF സംവിധാനം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ഘടകകക്ഷി ഒന്ന് ഇടഞ്ഞു വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗാണ് പലപ്പോഴും അതിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുന്നത്. ആ ഒരു റോള് മുസ്ലിം ലീഗ് വഹിച്ചു എന്നതിനപ്പുറം
അത് മാത്രമല്ല അൻവറിനെ ഒന്നും പരിധി വിട്ട് വളരാനൊന്നും മുസ്ലിം ലീഗും അനുവദിക്കില്ല, കോൺഗ്രസും അനുവദിക്കില്ല. കാരണം ജില്ല മലപ്പുറമാണെന്ന് ഓർക്കുക. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനുള്ള 4 സീറ്റുകൾ, ആകെയുള്ള 18 നിയമസഭാ സീറ്റുകളിൽ 4 കോൺഗ്രസ്, അതൊന്നും ഒരെണ്ണം അൻവറിന് കൊടുക്കില്ല. അൻവർ ഇപ്പം വിലപേശുന്നത് ഒരു സീറ്റ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും 1 സീറ്റ് ലീഗിന്റെ അക്കൗണ്ടിൽ നിന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കണം. ആ രീതിയിലുള്ള ദീർഘമായി വലയറഞ്ഞു നിൽക്കുകയാണ് അൻവർ. അതിൽ വീഴാൻ ഒരു പക്ഷേ മുസ്ലിം ലീഗ് ഉൾപ്പെടെ തയ്യാറാവില്ല. അതുകൊണ്ടാണ് പടിക്ക് പുറത്ത് നിർത്തുന്നില്ല എങ്കിൽ പോലും ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി, അതാണ് ഒരു പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വം എല്ലാം തന്നെ അൻവറിനോട് എടുക്കുന്ന ഒരു നിലപാടെന്ന് എനിക്ക് തോന്നുന്നു.